പ്രൈസലോ കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുമായി ഒരുമിച്ച് ദൈവവചനവുമായി പങ്കുവയ്ക്കുവാൻ, ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അവസരം നൽകി. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ യോഗ്യതകളോ ഒന്നുമല്ല, അപ്പൻ സ്നേഹിച്ചതുകൊണ്ട്, അപ്പൻ്റെ സ്നേഹം മാടി വിളിച്ചതുകൊണ്ട്, ആ കരുതൽ കൂടെ ഉള്ളതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് തിരുവചനം ആമേൻ ഘോഷിക്കുവാൻ കർത്താവ് അവസരം നൽകി. നല്ല ആലോചനകളെ പങ്കുവയ്ക്കുവാനും ഒക്കെ കർത്താവ് അവസരം നൽകി. കഴിഞ്ഞ ഓരോ മെസ്സേജുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിനും വിടുതലിനും ദൈവപ്രവൃത്തിക്കും കാരണമായി തീർന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ ഭാരത്തിലും നിരാശയിലും വേദനയിലും ആയിരിക്കുമ്പോഴായിരിക്കും ഈ മെസ്സേജ് കേൾക്കുന്നത്. ആമേൻ ഈ മെസ്സേജിനെ കുറിച്ച് അറിയുന്നത്. ആമേൻ നിങ്ങളെ നിരാശകളെ മാറ്റുന്ന, ആമേൻ ഹല്ലേലൂയ, നിങ്ങളുടെ ഭാരങ്ങളെ എടുത്തു മാറ്റുന്ന ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചില പുതിയത് മുളയ്ക്കുന്നതിന് കാരണമാക്കി കർത്താവ് ഈ ദിവസങ്ങളിൽ തീർക്കട്ടെ. ആമേൻ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന, നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ അനുഗ്രഹത്തോടുകൂടെ ക്ഷേമമായി കർത്താവ് നടത്തുന്നുണ്ട്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനത്തെ നിങ്ങളുമായി ആമേൻ പങ്കുവയ്ക്കുന്നു. നമ്മുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആമേൻ ഏപ്രിൽ 30-ാം തീയതി കഴിയുവാനിടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഉപവാസ പ്രാർത്ഥനകളിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് സഹായിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഞങ്ങളുടെ ഉപവാസത്തെ ആമേൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും വിശേഷങ്ങൾ വിളിച്ചറിയിക്കുകയും ആമേൻ ചോദിക്കുകയൊക്കെ ചെയ്ത നിങ്ങൾക്ക് ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. അതുപോലെ ഒത്തിരി പേർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്ന ഒത്തിരി പേരുണ്ട്. പ്രിയ ദൈവമക്കളെ, ആമേൻ ഹല്ലേലൂയ. ഒരു പക്ഷേ ഉപവാസം കഴിഞ്ഞതിന് ശേഷവും നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ അവസ്ഥകൾ ചിലപ്പോൾ പഴയതായിരിക്കാം. പക്ഷേ ചില വിരലുള്ള എണ്ണാകുന്ന ദിവസങ്ങൾ കഴിയുമ്പോൾ വലിയ പ്രതീക്ഷ, വലിയ വിടുതലിൻ്റെ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിനകത്തും കർത്താവ് എഴുന്നേൽപ്പിക്കും. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ആരൊക്കെ മുട്ടുമടക്കുവാൻ തയ്യാറാണോ, നിശ്ചയമായി ഞാൻ പറയാം, ആമേൻ ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് ആമേൻ പണ്ടുള്ള വ്യക്തികൾ പറയും. ആമേൻ അതേ, കരയുന്നുവെങ്കിൽ ആമേൻ വചനം ഇന്ന് മായമില്ലാത്ത പാല് ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിക്രിയ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും, ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തു നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയുമില്ല എന്ന് നിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം, മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇതു പോരായേ, ഇതു പോരായേ, ഇതു പോരായേ, ഇതു പോരായേ നിൻ സാമീപ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ. അളവില്ലാതെന്നേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. അളവില്ലാതെന്നേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതായി വേറെന്തുള്ളൂ, ഇതിലും വലുതായി വേറെന്തുള്ളൂ ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാൻ, ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാൻ. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം, മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ
നിൻ സാമീപ്യം ഇതു പോരായേ, ഇതു പോരായേ, ഇതു പോരായേ, ഇതു പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ ആ മാർവിൽ നിന്നും, പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ ആ മാർവിൽ നിന്നും. പിരിയില്ലിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും, മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും, മാറില്ലിനിയും ഞാനാ മാർവിൽ നിന്നും. ഇതു പോരായേ, ഇതു പോരായേ, ഇതു പോരായേ, ഇതു പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ. നിന്നോടാണ് എനിക്കേറ്റം പ്രിയം പ്രിയനേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവൻ്റെ മൊഴികളെ. നിന്നോടാണ് എനിക്കേറ്റം പ്രിയം പ്രിയനേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവൻ്റെ മൊഴികളെ. നിന്നെ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയനേ, നിന്നെ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയനേ. നീയല്ലോ യേശുവേ എൻ ജീവൻ്റെ ജീവൻ, നീയല്ലോ യേശുവേ എൻ ജീവൻ്റെ ജീവൻ. ഇതു പോരായേ, ഇതു പോരായേ, ഇതു പോരായേ, ഇതു പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് പറയുവാൻ കഴിയും ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അങ്ങേ പിരിഞ്ഞ് ആമേൻ, ഹല്ലേലൂയ, എനിക്കൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നോടാണ് കർത്താവേ ആമേൻ എനിക്ക് ഏറ്റവും പ്രിയം, നിന്നോടാണ് കർത്താവേ ഏറ്റവും അധികം സ്നേഹം. അപ്പാ, നീയില്ലാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. നിൻ്റെ സ്നേഹം എനിക്ക് ആവശ്യമാണ്, നിൻ്റെ സാമീപ്യം എനിക്ക് ആവശ്യമാണ്, നിൻ്റെ കരുതൽ എനിക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അത് ആഗ്രഹിക്കുന്നവർ ആമേൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആമേൻ ദൈവിക കൃപകളെ പ്രാപിക്കുവാൻ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും മധ്യസ്ഥതയോടും കൂടെ ആയിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി നൽകും എന്നതിനുള്ളൊരു തെളിവാണ് നമ്മുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ഈ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച് 3 ദിവസം ആ സഹോദരിക്ക് വേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ തന്നായിരിക്കുന്നു. തൻ്റെ പ്രാർത്ഥനാ വിഷയം ഇതാണ്. ആമേൻ, തൻ്റെ ഭർത്താവ് തന്നിൽ നിന്ന് അകന്നു പോയിട്ട് ഡിവോഴ്സായി പോയിട്ട് 10 വർഷമായി. ഇവരുടെ കുടുംബജീവിതം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ, ഇവർ പരസ്പരം ആമേൻ ഒരു നിമിഷം പോലും ഒരുമിച്ച് ജീവിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള സംശയങ്ങളും ആമേൻ വാക്കുവാദങ്ങളും, പണത്തിൻ്റെ പേര് പറഞ്ഞിലുള്ള ആമേൻ ഏറ്റക്കുറച്ചുകളും, അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ പേര് പറഞ്ഞും ആമേൻ തൊടുന്നത് കുറ്റം, നോക്കുന്നത് കുറ്റം, ആമേൻ അങ്ങനെ വിവിധ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യുവാൻ പറ്റാതെ വണ്ണം ആമേൻ ഇവർ വിവാഹം കഴിഞ്ഞു. ഏകദേശം 5 വർഷത്തോളം ഒരുമിച്ച് താമസിച്ചു. മക്കളൊന്നുമില്ല. അങ്ങനെ ആമേൻ ഇവർ ആമേൻ അന്നത്തെ ബുദ്ധിയിൽ ഇവർക്ക് തോന്നി, ഞങ്ങൾക്ക് ആമേൻ ഇനി ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയത്തില്ല, ഈ ബന്ധത്തിൽ നിന്ന് വേർപെടണം. അങ്ങനെ പ്രിയ സഹോദരിയുടെ മാതാപിതാക്കൾ പറഞ്ഞു, ആമേൻ നിനക്ക് മറ്റൊരു ബന്ധത്തിലേക്ക് നീ കാൽച്ചുവട് വെക്കണം, ഇനി ഇതിൽ കണ്ടിന്യൂ ചെയ്യുവാൻ പാടില്ല. അങ്ങനെ ഈ പ്രിയ സഹോദരി തന്നെ കേസ് കൊടുത്തു. അങ്ങനെ ആമേൻ ഡിവോഴ്സ് ആകുവാനിടയായി. ഡിവോഴ്സ് ആയിട്ട്
9 വർഷമായി. ആമേൻ. ഒരിക്കലും ഇനി ഇത് കൂട്ടിച്ചേരത്തില്ല. അങ്ങനെ ഇരു കുടുംബത്തിലും ഇരുവർക്കും ഒത്തിരി പ്രപ്പോസലുകൾ കടന്നു വന്നു. ആമേൻ. അവർ വിവാഹ ബന്ധത്തിനോട് അടുത്ത് കാഴ്ചയോടെ വെക്കുമ്പോൾ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ആമേൻ. അതിൽ പിന്മാറിപ്പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയ സഹോദരി പ്രീഷ ഫാമിലിക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച് ആമേൻ തൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയെ പ്രിയ സഹോദരി എന്നോട് സംസാരിച്ചത് ഇതാ, പ്രിയ ആൻറ്റി, എനിക്കൊരിക്കലും ആമേൻ ഈ മനുഷ്യനെ പിരിഞ്ഞ് എനിക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സ്നേഹമാണ്. പക്ഷേ ഞങ്ങൾക്ക് മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയത്തില്ല. ഞങ്ങൾ ലീഗലി ഡിവോഴ്സാണ്. പക്ഷേ ആ മനുഷ്യൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിഭ്രാന്തി തോന്നുന്നുണ്ട്. ആമേൻ. എനിക്ക് വല്ലാത്തൊരു ഭയപ്പാട് ആമേൻ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഈ ദേശം വിട്ട് പോയി ആമേൻ മറ്റൊരു രാജ്യത്തായിരുന്നു കുറച്ച് നാൾ അവിടെ നിന്നു. പക്ഷേ ആമേൻ എനിക്ക് അവിടെയും നിൽക്കുവാൻ കഴിയുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഭർത്താവ് അറിയാതെ എൻ്റെ ഭർത്താവിനെ ഞാൻ ആമേൻ നോക്കുവാൻ ആമേൻ കാണാനായിട്ട് ഓടിച്ചെല്ലും. പക്ഷേ എൻ്റെ ഭർത്താവ് കാണത്തില്ല. ഞാൻ ദൂരെ നിന്ന് അകലെ നിന്ന് പ്രിയ സഹോദരനെ കണ്ടിട്ട് മടങ്ങിപ്പോവും. അങ്ങനെ എനിക്കൊരിക്കലും ഈ മനുഷ്യനെ മറക്കുവാൻ കഴിയത്തില്ല. ആ മനുഷ്യൻ എങ്ങനെയാണ് എന്നോടുള്ള സ്നേഹമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സായി. ആ സഹോദരനും വേറെ വിവാഹം കഴിച്ചിട്ടില്ല, പ്രിയ സഹോദരിയും വേറെ വിവാഹം കഴിച്ചിട്ടില്ല. ഒത്തിരി പ്രപ്പോസലുകളൊക്കെ കടന്നു വന്നു. ആമേൻ. ഇരു കുടുംബത്തിലും മാതാപിതാക്കൾ വല്ലാത്ത ഫൈറ്റിങ്, കാരണം വിവാഹം കഴിക്കാത്തത് കാരണം. അങ്ങനെ ഒത്തിരി മാനസികമായി തകർന്നായിരുന്നു. താൻ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത് പ്രിയ സഹോദരി 9 വർഷമായ പഴക്കത്തെ ആമേൻ മാറ്റിത്തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈഷർ ഫാമിലി കേൾക്കുന്ന ഒത്തിരി സാക്ഷ്യങ്ങളിൽ ഒന്നായി എൻ്റെ ജീവിതം മാറുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ. ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്രദർ എങ്ങനെയാ ഫാസ്റ്റിംഗ് എടുക്കേണ്ടത് സഹോദരി എന്നോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഞാൻ ആമേൻ നിങ്ങളുമായി ഉപവാസത്തോടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ ആ സഹോദരിയുടെ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് പറയുവാനിടയായി. പ്രിയ സഹോദരി 3 ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. പ്രിയ സഹോദരിയായിരുന്ന സ്ഥാനത്ത് ഉപവസിച്ചും പ്രാർത്ഥിച്ചുമായിരുന്നു. ഞങ്ങൾ ഇവിടെ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരുന്നു. പ്രാർത്ഥന വിഷയം ഇതാ, ആമേൻ. ഹല്ലേലൂയ. ആ മനുഷ്യനെ ഡിവോഴ്സ് ചെയ്തെങ്കിലും എനിക്ക് ആ മനുഷ്യനുമായി ഒരുമിച്ച് ജീവിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ വില എന്തെന്ന് 9 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കുവാനിടയിൽ. ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ, ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഒരു ഭർത്താവിൻ്റെ സ്നേഹം എന്താണ് ആമേൻ. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞ വാക്കുകൾ എത്ര ക്രൂരമായിരുന്നു എന്ന് എനിക്ക് ആമേൻ ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എൻ്റെ ഭർത്താവിന് എന്നോട് ആമേൻ സ്നേഹം തോന്നുവാൻ പ്രാർത്ഥിക്കണം. ആമേൻ ഹല്ലേലൂയ. വീണ്ടും ആമേൻ എൻ്റെ ഭർത്താവ് എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കണം. കാരണം ഞാനായിട്ട് അങ്ങോട്ട് പോയിട്ട് ആ മനുഷ്യൻ എന്നെ വേണ്ട എന്ന് പറയുന്നേ. ആമേൻ. ആ മനുഷ്യൻ എന്നെ തേടി വരണം. പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. എന്തായാലും പ്രിയ സഹോദരന്റെ ആഗ്രഹമല്ലേ, മനസ്സോടെ ആ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനിടയിൽ. ഉപവാസത്തിൻ്റെ 2ാമത്തെ ദിവസം ആമേൻ ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടു. ആമേൻ ആ സഹോദരനെ മടക്കി വരുത്തുന്നൊരു ആമേൻ വലിയൊരു പ്രവൃത്തി. ആമേൻ പക്ഷേ അത് ഈ ഉപവാസ പ്രാർത്ഥന 3ാമത്തെ ദിവസം തന്നെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ആമേൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. പക്ഷേ ആമേൻ ഉപവാസ പ്രാർത്ഥന 3ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ആമേൻ പ്രിയ സഹോദരി എന്നെ വിളിക്കുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. സഹോദരി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. എൻ്റെ ഭർത്താവ് ആമേൻ എൻ്റെ വീട്ടുകാരുമായി ആമേൻ സംസാരിക്കുവാൻ തുടങ്ങി. ആമേൻ ഒന്നുകൂടി ആമേൻ നമുക്ക് ഈ ബന്ധത്തിൽ ആമേൻ കൈകോർത്താലോ എന്ന്. പക്ഷേ വീട്ടുകാർ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല, അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആമേൻ. അതുകൊണ്ട് ആ സഹോദരി എന്നോട് ചോദിച്ചത്, എന്തായാലും എൻ്റെ വീട്ടുകാരെ ഞാൻ വകവെക്കുന്നില്ല. ആമേൻ എൻ്റെ ഭർത്താവിനോടൊപ്പം ഞാൻ ഒരുമിച്ച് പോകുവാൻ ആഗ്രഹിക്കുന്ന സിസ്റ്ററെ. ആമേൻ എന്തായാലും എന്നെ വിളിച്ചല്ലോ, ആമേൻ എന്നെ സ്വീകരിക്കുവാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ, ഞാൻ പോകുന്നു. ആമേൻ ഞങ്ങൾ പറഞ്ഞു, ആമേൻ ഒന്ന് വെയിറ്റ് ചെയ്യുക. ആമേൻ മാതാപിതാക്കളെ വേദനിപ്പിക്കുവാൻ പാടില്ലല്ലോ സഹോദരി, സമാധാനപ്പെട്. ആമേൻ എന്തായാലും പാരൻസിനോട് ഞങ്ങൾ സംസാരിക്കാം. അങ്ങനെ ഞങ്ങളെ ആ പാരൻസ് കോൺടാക്ട് ചെയ്ത് ഒരൊത്തിരി എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞെങ്കിലും പ്രാർത്ഥനയോടെ ആമേൻ ഞങ്ങൾ ആ സഹോദരിയെ ആമേൻ ഹല്ലേലൂയ ആമേൻ ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അയക്കുവാനിടയായി. ഇന്ന് അനുഗ്രഹത്തോടുകൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ലോകം പറയും ആമേൻ ഹല്ലേലൂയ തകർന്നു പോയി, ആമേൻ ഹല്ലേലൂയ വിടുവിക്കുവാൻ ആമേൻ ഹല്ലേലൂയ കഴിയത്തില്ല, ഇനി ഇത് ചേർന്ന് വരത്തില്ല എന്നൊക്കെ ലോകം പറയും. അതേ ഈ സാക്ഷ്യം പറയുമ്പോഴും ഒത്തിരി പേർ കരയുന്നുണ്ട്. അതേ സഹോദരി, എൻ്റെ അവസ്ഥയും ഇതാ കൂടെയുണ്ടെങ്കിലും ചേർത്ത് നിർത്തുന്നില്ല. ആമേൻ കെയർ ചെയ്യുന്നില്ല. ആമേൻ ഈ ദിവസങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് തകർന്നു പോയതിനൊക്കെ പണിയും, ബന്ധങ്ങളെ ചേർത്ത് പണിയും ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യും. നമ്മളിവിടെ വായിച്ചു കേട്ടു ആമോസ് പ്രവാചകന്റെ പുസ്തകം 9ാം അധ്യായം അതിൻ്റെ 15ാമത്തെ വാക്യം, ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും, ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയില്ല. ആമേൻ ഇന്ന് വൈകിയവേളയിലും പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. കർത്താവെ, ഏത് വചനമാണ്, ഏത് ദൂതാണ് ഞാൻ എൻ്റെ മുൻപിലായിരിക്കുന്ന ജനത്തിന് പകർന്നു കൊടുക്കേണ്ടത്?
അറിയാതെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി എന്നോട് സംസാരിച്ചു. ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും. ഈ ദിവസങ്ങളിൽ അവൻ സ്വന്തമല്ലാത്ത ദേശത്ത് കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിലും ഒരു ദൂത് കൈമാറുന്നു. നിന്നെ ആ ദേശത്ത് നടും. ആമേൻ, ഹല്ലേലൂയ. നിന്നെ ആ ദേശത്ത് നടും. നിന്നെ സ്വന്തം ദേശത്ത് നടും. നീ അനുഗ്രഹം പ്രാപിക്കും. നിന്നെ ആരൊക്കെ തകർക്കുവാൻ ശ്രമിച്ചാലും, ആരൊക്കെ നിന്നെ ആമേൻ പുകച്ചു കളയുവാൻ പദ്ധതി ഒരുക്കിയാലും, നിന്നെ ഉന്മൂലം നാശം വരുത്തുവാൻ, നിന്റെ പേരില്ലാതെ വേണം, നിന്റെ അഡ്രസ്സ് ഇല്ലാതെ വേണം, നിന്റെ ഒരു ലേബൽ പോലും ഇല്ലാതെ വേണം, ആ ദേശത്ത് ഇങ്ങനെ ഒരു പേരെ ആമേൻ കാണാൻ പാടില്ലെന്ന് നിന്റെ ശത്രു നിന്നെ ചൊല്ലി ജയഘോഷം കൊള്ളുമ്പോൾ, ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് നിന്നോട് അറിയിക്കുന്ന ഒരു ദൂത്, ആ ദേശത്ത് നിന്ന് ആമേൻ നിന്നെ പറിച്ചു നോക്കുവാൻ, ആമേൻ പറിച്ചു മാറ്റുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ, ആ ദേശത്ത് ആ പട്ടണത്തിൽ നിന്നെ തകർത്ത് കളയുവാൻ നോക്കുന്നവരുടെ മുമ്പിൽ ദൈവം നിന്നെ ആ ദേശത്ത് മനോഹരമായൊരു ഭവനത്തെ നൽകി നിന്നെ അവിടെ ഉറപ്പിക്കുവാൻ തയ്യാറാണ്. എനിക്കറിയത്തില്ല, രാജ്യത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഒരു അന്യ രാജ്യത്തിരുന്ന് ഒരു മാതാവ് ഇങ്ങനെ കരയുന്നുണ്ട്, എനിക്ക് ഈ രാജ്യത്തൊരു സ്വന്തമായ ഭവനം കിട്ടുമോ? വിശ്വാസത്തോടെ പറ, നിന്നെ ആ രാജ്യത്ത് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ജൂഡമന ഹദാന റേ കേലഘടക ശംതനാരകൾ പ്രൗഢവന അർത്ഥൽ ഘടക ശംതാരകതന ഘടക, നിനക്ക് സ്വന്തമായൊരു ഭവനം സ്വർഗത്തിലെ അപ്പൻ നൽകുവാൻ പോകുന്നത് വിശ്വസിച്ച് നീ ആമേൻ പറ. നിന്റെ കരത്തിൽ സ്വർഗത്തിലെ ദൈവം ആമേൻ ആമേൻ ഹല്ലേലൂയ ആ നന്മയെ ഒരുക്കി ആമേൻ നിനക്ക് സ്വന്തമായ ഭവനം ആ രാജ്യത്ത് തന്നെ ആമേൻ നിന്നെ നിന്ദിച്ച കൂട്ടുകാർക്കിടയിൽ തന്നെ നിന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തവരുടെ മധ്യത്തിൽ തന്നെ ആ രാജ്യത്ത് ആമേൻ ആ തണുത്തുറഞ്ഞ ഓ റമന അശ്യം തന്നെ കാലഘടകസിയ അന്ത സ്കൈഡപരകതന ഘടകസി നിനക്ക് സ്വന്തമായി ആമേൻ ഹാല് വാടക കൊടുത്ത് താമസിക്കുവാനല്ല, നിനക്ക് സ്വന്തമായ ഒരു ഭവനം. അതെ, നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി, നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി, നീ കരയുന്ന ഓരോ തുള്ളി കണ്ണുനീരിന്, നീ വേദനിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിന് സ്വർഗത്തിലെ അപ്പൻ പ്രതിഫലം നൽകുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ടെ. അതേ, നിനക്ക് വേണ്ടി വാതിലുകളെ കർത്താവ് തുറക്കുവാൻ പോകുന്നു. ജൂഡമന അതരകതന ഘടകസ്, നിന്നെ ഒത്തിരി നാളുകൾ കൊണ്ട് ശത്രുക്കൾ ആ ദേശത്തൊന്ന് പറിച്ചു കളയുവാൻ പദ്ധതി ഒരുക്കുന്നുണ്ട്. അതേ, ആ ജോലി സ്ഥലത്ത്, അതേ സഹോദര, അതേ സഹോദരി, ആ ജോലി സ്ഥലത്ത് നിന്നെ അവിടെ നിർത്തത്തില്ലെന്ന് വാദിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളുണ്ട്, ചില മാനുഷിക ശക്തികളുണ്ട്. പുറമേ നിന്നോടൊപ്പം ചിരിച്ചു നിന്നിട്ട് അകമേ നിനക്ക് വിരോധമായി കുത്തുന്ന ചില അനുഭവങ്ങൾ. ഓ റമന ഷെം തെനെ രഗൽ കടകസി, പലപ്പോഴും നീ വിചാരിക്കുന്നു റിസൈൻ ചെയ്തിട്ടൊന്ന് പോയാലോ, ആമൻ ഇവിടെ എനിക്ക് പറ്റത്തില്ല. പക്ഷേ കർത്താവ് ദൂത് പറയുന്നത് ഇതാ, ആമൻ നിന്നെ ഇനി അവിടെ നിന്ന് ആരും പറിച്ചു കളയത്തില്ല. നീ ഓടാൻ നോക്കണ്ട. കർത്താവ് നിന്നെ അവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ, ആ കമ്പനിയിൽ, ആ ഹോസ്പിറ്റലിൽ, ആ ഓഫീസിൽ നിനക്കൊരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് വിരോധമായി 1000 എഴുന്നേറ്റാലും 10,000 എഴുന്നേറ്റാലും നിന്റെ വലതുവശത്ത് 10,000 പേരും ആമേൻ വീണാലും അത് നിന്നോട് അടുക്കത്തില്ല. ആമേൻ നിനക്ക് വിരോധമായി ആര് ആഭിചാരം ചെയ്ത് നിന്റെ ഉള്ളിനകത്ത് മന്ത്രവാദങ്ങൾ ചെയ്ത് കൈവശം കടത്തിയാലും അതൊന്നും നിനക്ക് ഹാനി വരത്തില്ല. അത് വിശ്വസിക്കുവാൻ തയ്യാറാണോ? ആരൊക്കെ ഭയപ്പെടുന്നുണ്ട്? അയ്യോ ആമേൻ, ആരൊക്കെ ചേർന്ന് എനിക്ക് വിരോധമായി എന്തൊക്കെ പദ്ധതി ഒരുക്കുന്നുണ്ട്. ആമേൻ, ആ പദ്ധതി ഓർത്ത് നീ ഭയപ്പെടേണ്ട. എൻ്റെ ദൈവം ആമേൻ ഏറ്റവും വലിയവനാണ്. ഓ റമന ഷെംദനെ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തെ നീ ഭയപ്പെടുക. ആ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറാകുക. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവരെ, നിനക്ക് വിരോധമായി ഗൂഢാലോചന ഒരുക്കുന്നവരെ, ഓ റാഖാസിയാം തന്നെ, അതെ, ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ചില ഗൂഢാലോചനകൾ, ജുഡമന ഹടകതര ഘടക ശംതാരകന അർത്ഥപ്രൗഢവന ദീപല ഘടക ശംതനാരകൽ ഘടക. എനിക്കറിയത്തില്ല ആരുടെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ തൊഴിലിടത്ത് നിനക്ക് വിരോധമായി ഗൂഢാലോചനകൾ ചെയ്യുന്നു. നിന്റെ ആമേൻ ഹാൽ ഒരു ഫോൾട്ട് കണ്ടുപിടിക്കുവാൻ അവരൊത്തിരി വർഷം കൊണ്ട് ട്രൈ ചെയ്യുന്നുണ്ട്. നിന്നെ ആമൻ നിന്റെ പുറത്തൊരു കരിവാരിത്തേച്ച് നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാൻ. എന്നാൽ ഇതുവരെയും നിന്നെ സൂക്ഷിച്ച ദൈവം, നീ റിസൈൻ ചെയ്യേണ്ട, നിന്നെ കർത്താവ് അവിടെ നട്ടതാ. നിന്നെ അവൻ വേരൂന്നുവാൻ പോകുന്നു. ആമൻ നിന്നെ അവിടെ ഉറപ്പിക്കുവാൻ പോകുന്നു. ചില സ്ഥാനമാനങ്ങൾ നൽകി. ഓ റമനക സിയാം ധേനെ റേഥേല ഘടക ശംതനാരകൽ ഘടകസി, വിശ്വസിക്കുവാൻ തയ്യാറാണോ? ചില സ്ഥാനമാനങ്ങളെ നൽകുവാൻ സ്വർഗത്തിലെ അപ്പൻ തയ്യാറാണ്. നിനക്ക് വേണ്ടി ഒരുക്കുവാൻ ആമൻ അവൻ വഴി ഒരുക്കുവാൻ മതിയവനാണ്. ഇന്നും വിശ്വാസത്തോടെ നീ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ദൈവസന്നിധി സമർപ്പിക്കുവാൻ തയ്യാറാകുക. ദൂതന് മുമ്പിൽ, അപ്പ ഞാൻ ആ പ്രതികൂലം അനുഭവിക്കുന്നത്, ഞാനാണ് ആ കഷ്ടം അനുഭവിക്കുന്നത്, എന്നെ ഒന്ന് തൊടണമേ. നീ ഒത്തിരി കാലമായി ആമൻ കുവൈറ്റിന്റെ പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടോ? നീ പ്രതീക്ഷിക്കുന്നൊരു ജോലി നിനക്ക് കിട്ടുന്നില്ല. നീ പ്രതീക്ഷിക്കുന്നൊരു ശമ്പളം നിനക്ക് കിട്ടുന്നില്ല. ഒത്തിരി കാലം കൊണ്ട് ആ സിവിൽ ഐ ഡി അടിക്കുവാൻ നീ കരയുന്നില്ലേ? ഇതുവരെ നിനക്ക് അടിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന ചില പ്രതിയോഗികൾ, ഓ റമനക സിയാം തേനെ റീ കാലഘടക ശംദന, നിന്റെ കൈ
കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ആമേൻ കറങ്ങി നടക്കുന്ന ചില പുള്ളികളുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലതിനെയൊക്കെ തൊടുവാൻ പോകുന്നു. റീ കാലഘടക ശബ്ദനാരകൾ കടക വിശ്വസിക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ വിസ അടിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ ആമേൻ പറ. ആമേൻ ഞാൻ പ്രതീക്ഷയോടെ ആയിരിക്കുന്നു. ആമേൻ ഞാൻ ആ വഴി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തുറക്കുവാൻ പോകുന്നു. റകനക സിയാം തേനെ റീബാലഘടക ശബ്ദ പ്രൗഢവന ആർത്തുന രകൽ പ്രൗഢവ രകതനഘടക വഴികൾ അടഞ്ഞതിനെ ഓർത്ത് നീ കരയുന്നുണ്ട്. ഒത്തിരി വഴികൾ നിന്റെ മുമ്പിൽ തുറന്നു തന്നത്, ഒത്തിരി പ്രതീക്ഷകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ വഴികളും അടഞ്ഞു. ഈ ദേശത്ത് ഞാൻ നിന്ദിക്കപ്പെടുമോ? ഈ രാജ്യത്ത് ഞാൻ നിന്ദിക്കപ്പെടുമോ? ഓ റഗ സിയാം തേനെ ജൂഡമന ഹംദാന റകൽ കടക സിയാം തന ഉടമന ഘടക ശംദന രകൽ കടക സി എല്ലാ വഴികളും അടഞ്ഞവളെ പോലെ നീ കരയുന്നില്ലേ? ആമൻ നീ അടഞ്ഞതിനെ ഓർത്ത് കരയണ്ട. നിനക്ക് വേണ്ടി അവൻ പുതിയത് തുറക്കുവാൻ പോകുന്നു. അവൻ നിനക്ക് വേണ്ടി ചില പുതിയത് ചെയ്തിരിക്കുക. വിശ്വാസത്തോടെ പറ, നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി, എൻ്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി അവൻ ചില പുതിയത് കരുതിയിരിക്കുന്നു. അവൻ പുതിയത് തുറന്നിരിക്കുന്നു. ജൂഡ പ്രൗഢവന അന്തരകജനഘടക. ഒത്തിരി പേർ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏജ് കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ, പ്രായം ഒത്തിരി കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ, നിന്റെ തലമുറയ്ക്ക് മാത്രം ഒരു ഭാവി കാണുവാൻ കഴിയുന്നില്ല. എന്തിനാ ഈ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചത്? എന്തിനാ നീ പാരമ്പര്യം വിട്ട് ഇറങ്ങി തിരിച്ചത്? നോ, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. മാതാവേ, പിതാവേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലതൊരുക്കുവാൻ. ഓ റഹസ്യാം തേനെ ജൂഡ പ്രൗഢവന അഥരകഥനഘടക ശബ്ദരാധകൾ കിടക. എൻ്റെ ദൈവം മതിയായവന. നീ കരയുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും, ദൈവസന്നിധി നീ മുട്ടുകുത്തി ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും അവൻ സ്വർഗത്തിലെ അപ്പൻ പ്രതിഫലം ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ വൃഥാവായി പോകത്തില്ല. അത് വെറുതെയല്ല നീ കരഞ്ഞത്. ആമൻ നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കണ്ണൊന്ന് കലങ്ങിയിട്ടുണ്ടെങ്കിൽ, നിന്റെ മുഖം വാടിയിട്ടുണ്ടെങ്കിൽ, ഹന്ന ചിരിച്ചതുപോലെ റമന റേ തേലഘടക ശബ്ദന രകൽ കടകസി അർത്തുന രകൽ പ്രൗഢവന ദീപലഘടക ശബ്ദന രകൽ കടകസി. ഹന്നയുടെ കണ്ണുനീരിന് ആ മാന്യത കർത്താവ് കൊടുത്തുവെങ്കിൽ, മറുപടി കൊടുത്തുവെങ്കിൽ, ഇന്ന് രാത്രിയിലും ഉദരഫലം ഇല്ലാതെ കരയുന്ന നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുന്നു. ഹന്നയ്ക്ക് വേണ്ടി അവളുടെ അടഞ്ഞുപോയ ഉദരത്തെ തുറന്നുവെങ്കിൽ അർത്ഥപ്രൗഢവന അതരകജനഘടക ശബ്ദനാരകൽ കടകസി. ചില തകർന്നുപോയ അവൻ ഉദരങ്ങളെ, ചില പൊളിഞ്ഞുപോയ ഉദരങ്ങളെ ജാമാന സിയാം തേനെ റോത്തോലഘടക സിയാം ധന റീ കാലഘടക ശബ്ദനാരകൽ കടകസി. ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ജനിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ ആമേൻ പറ. എനിക്ക് എൻ്റെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഉദരബലത്തെ നൽകുവാൻ പോകുന്നു. പ്രാപിച്ചാട്ടെ, പ്രാപിച്ചാട്ടെ. അതേ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിനക്കൊരു ഉദരബലത്തെ കർത്താവ് നൽകുവാൻ പോകുന്നു. മാതാപിതാക്കളെ പറ, നിന്റെ തലമുറയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഉദരബലം നൽകുവാൻ പോകുന്നു. മക്കളില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കിയില്ലേ? നീ കരയുന്ന കണ്ണുനീരുണ്ടല്ലോ. ഓ റമന ശ്യം ധേനെ റീ ധാലഘടക ശബ്ദനാരകൽ കടകസി. എൻ്റെ ദൈവം പൊളിഞ്ഞു പോകുവാൻ അനുവദിക്കത്തില്ലെന്ന്. നിന്റെ തലമുറയുടെ കുടുംബ ജീവിതം പൊളിഞ്ഞു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക, വിശ്വാസത്തോടെ കരയുവാൻ തയ്യാറാകുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ജൂഡൽ പ്രൗഢം ദരാതകൾ കടക ജിഹ അന്ത സ്കൈഡപരകതന ദീപൽ പ്രൗഢവന ഉഠാരഘടക ശംദാന റേഥേലഘടക ഷൈഡ് ബിനീരികൾ കടകസി. രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ചില ഉദരങ്ങൾക്കകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ചലിക്കുകയാ. ആമേൻ. യൂട്രസ് സംബന്ധമായി ആമേൻ ഹാല ബ്ലീഡിങ്ങാൽ, വല്ലാത്ത ബ്ലീഡിങ്ങാൽ ഭാരപ്പെടുന്നവർ രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ചില ഉദരത്തെ കർത്താവ് തൊടുവാൻ പോകുന്നു. ചില മുഴകളെയൊക്കെ കർത്താവ് ഉരുക്കുവാൻ പോകുന്നു. വിശ്വാസമുണ്ടോ? 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 വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ചില മുഴകളെയൊക്കെ കർത്താവ് മെഴുകുപോലെ ഉരുക്കുവാൻ പോകുക. ജൂഡൽ പ്രൗഢം ജഗനാരകന അന്തലഘടക ഷൈഡാന റേ തേലഘടകസി. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കുന്ന തരത്തിൽ നിന്റെ ജീവിതത്തിലെ ചരിത്രം മാറുവാൻ പോകുന്നു. നിന്റെ സാഹചര്യം മാറുവാൻ പോകുന്നു. നിന്റെ അവസ്ഥ മാറുവാൻ പോകുന്നു. ജൂഡമന ഹദാന റേ തേലഘടക ശബ്ദനാരകൽ കടകസി. നിന്നെ ഓടിക്കുവാൻ നോക്കുന്നവർ, അതെ നിന്റെ ശത്രുക്കൾ കാണുക, നിനക്ക് വിരുന്നൊരുക്കുന്ന ദൈവം ഹല്ലേലൂയ നിന്നെ ആ ദേശത്ത് നടുമെന്ന്, ആ തൊഴിൽ മേഖലയിൽ നിന്നെ ഉറപ്പിക്കുമെന്ന്, ആ രാജ്യത്ത് നിന്നെ ഉറപ്പിക്കുമെന്ന്. നിനക്ക് വിരോധമായി ആരൊക്കെ പദ്ധതി ഒരുക്കിയാലും ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെയാ പറഞ്ഞത്. ആമേൻ ഹല്ലേലൂയ. ഞാൻ അവരെ ആ ദേശത്ത് നടും. നിന്നെ കർത്താവ് ആ ദേശത്ത് നടും. ആമേൻ. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് ഇനി അവരെ പറിച്ചു കളയില്ല. ആമേൻ. നിന്നെ ആരും പറിച്ചു കളയത്തില്ലെന്ന്. നിന്റെ തലയിൽ ഒരു രോമം പോലും നിലത്ത് വീഴുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഇനി നിന്റെ ശരീരത്തിനകത്ത് ഒരു കത്തി വെക്കത്തില്ലെന്ന്. നീ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എൻ്റെ ശരീരത്തിൽ വീണ്ടും ഇനി ഓപ്പറേഷൻ ഉണ്ടാകുമോ? ഇല്ല ഇല്ല ഇല്ല, നീ ഭാരപ്പെടണ്ട. ആമേൻ. നിന്റെ ശരീരത്തിൽ ഇനി ഒരു കത്തി വെക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. അടുത്ത സ്കാനിംഗ് റിപ്പോർട്ട് അറമനക ജിയാം താന സർജറിക്ക് വേണ്ടി വിധി എഴുതിയ അടുത്ത സ്കാനിംഗ് റിപ്പോർട്ടുകളിൽ സ്വർഗത്തിലെ അപ്പന്റെ വലിയ പ്രവൃത്തി, വലിയ വിടുതലിന്റെ സാക്ഷ്യം. ജൂഡൽ പ്രൗഢവന അന്തരാ ജഗൽക്കടക അർത്ഥൽശമന ബൗഡവന റീ കാലഘടക ശംദേനെ അടാതരക ജിയാം
തേനെ ജുഡബൽ ഘടക ശംദാന അർദ്ധുന റേ തേല ഘടക ഷൈഡവരകതന ഘടകസി. രാത്രി നിന്റെ ശരീരം തിരിച്ചറിയുവാൻ പോകുക, നിന്റെ ശരീരം അത് അനുഭവിച്ചറിയുവാൻ പോകുക. ജൂഡമന ഹംദനാരകൽ ഘടകസി. രോഗാത്മാവിന്റെ മണ്ഡലങ്ങൾ നിന്റെ ശരീരം വിട്ട് അഴിഞ്ഞു മാറുവാൻ പോകുന്നു. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൽ നിന്ന് ചിലതിനെ വെട്ടിമാറ്റുമെന്ന് പറഞ്ഞു. നിന്റെ ശരീരത്തിന്റെ അവയവത്തെ മുറിച്ചു മാറ്റുമെന്ന് വെല്ലുവിളിക്കുന്ന ചില ദുഷ്ടവ്യാപാര മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ആ സർജറിക്ക് വിധേയമായ ആമേൻ സകല ശരീരങ്ങളെയും, അങ്ങനെ പിശാച് പദ്ധതി ഒരുക്കിയ സകല ശരീരങ്ങളെയും അടിയൻ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. ജൂഡാമന അധരഗജനഘടക ശന്തനാരകൽ ഘടകസി. എനിക്കറിയത്തില്ല ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് കർത്താവ് ഇന്ന് രാത്രി വിടുതൽ അയച്ചിട്ടുണ്ട്. ആരെയൊക്കെ ഓടിക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കി നീ മനോഹരമായ ഭവനം പണിതു. ആമേൻ, എനിക്കറിയത്തില്ല ആരോട് പരിശുദ്ധാത്മ ഇപ്രകാരം ഒരു ദൂത് പറയുന്നു. നീ ഒത്തിരി ഭവനങ്ങൾ വെച്ചു, പലപ്പോഴും ഭവനത്തിൽ കയറി നീ താമസിക്കും, നിനക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. നിന്നെ പിശാച് ഓടിച്ചോണ്ടിരിക്കുക. കർത്താവ് പറയുന്നു ഓടിയത് മതി, നീ ഓടിയത് മതി. ഈ ഭവനം കൊള്ളത്തില്ല, ആ ഭവനം കൊള്ളത്തില്ല, അതിന്റെ പൊസിഷൻ ശരിയല്ല, അതിന്റെ ഇരിപ്പ് വശം ശരിയല്ല. ആമേൻ, ഹല്ലേലൂയ. ഓ റാധാന സിയാം തേനെ റീ ഘാലഘടക ശംദന അരകൽ ഘടക. ഓടിയത് മതിയെന്ന്, ഓടിയത് മതിയെന്ന്, നീ ഓടിയത് മതിയെന്ന് സ്വർഗത്തിലെ അപ്പൻ നിന്നെ ഉറപ്പിക്കുവാൻ പോകുന്നു. വാടക വീടുന്ന ശാപം മാറി. ആമേൻ, നീ ഒത്തിരി ഭവനങ്ങൾ ഓടി. ആമേൻ, ഒന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. ഒത്തിരി വസ്തുക്കൾ നീ ലക്ഷ്യമിട്ടു, അത് വാങ്ങിക്കുവാൻ കഴിയുമെന്ന് പലതും നഷ്ടമായി പോയി. കർത്താവ് പറയുന്നു 2024 നിനക്ക് സ്വന്തമായ ഭൂമി കർത്താവ് ഒരുക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പറ, അതെ എനിക്ക് സ്വന്തമായ ഭൂമി. ജൂഡപ്രൗഢവന അന്തന രകൽക്കടക രകതന ഘടകശി. സ്വന്തമായ ഭവനം ആ ദേശത്ത് തന്നെ, നിന്നെ നിന്ദിക്കുന്ന ദേശത്ത് തന്നെ നീ വിശ്വാസത്തോടെ കുറിക്കുവാൻ തുടങ്ങുക. ആമേൻ, നീ ആരംഭം ഇടുമ്പോൾ അവസാനിപ്പിക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. ഏറ്റവും ശ്രേഷ്ഠമായത് നൽകി, ഏറ്റവും അനുഗ്രഹമായത് നൽകി, ഏറ്റവും ബ്ലെസ്സിംഗ് ആയത് നൽകി. ജൂഡപ്രൗഢവന അതരകജനഘടക ശംദാന രേഖാനഘടക സിയാം തേനെ. ചില ശാപങ്ങൾ മാറുന്നുണ്ട് കേട്ടോ. ആരുടെയൊക്കെ ജീവിതത്തിൽ നിന്നും ചില ശാപങ്ങൾ മാറുന്നുണ്ട്. ശാപത്തിന്റെ മണ്ഡലങ്ങൾ. ജൂഡമന ഹംദനാരകൽ ഘടകശി. നിനക്ക് വിരോധമായി ആരൊക്കെ ആ ദേശത്ത് വിരൽ ചൂണ്ടി, ഈ ദേശത്ത് നിന്നെ ഇനി മടക്കി വരുത്തത്തില്ല. ഓ റാസിയാം തേനെ റേഥാലഘടക ശംദനാരകൽ ഘടകശി. അവൻ എനിക്കൊന്ന് കാണണം, നീ ദേശത്ത് കാലുകുത്തുന്നത്, ഈ രാജ്യത്ത് നീ ആ കാലുകുത്തുന്നത് എനിക്കൊന്ന് കാണണം. ഈ കമ്പനിയിൽ നീ കാലുകുത്തുന്നത് എനിക്ക് കാണണം. ഈ ബിസിനസ്സിൽ നീ അവൻ ഉയർച്ച പ്രാപിക്കുന്നത് എനിക്കൊന്ന് കാണണം. ആമേൻ, ഹല്ലേലൂയ. കാണണമെന്ന് പറയുന്നവർ കണ്ടുകൊണ്ടിരിക്കവേ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ പോകുക. റഥാലഘടക ശംദനാരകൽ ഘടകശി. ശത്രു നിന്നെ ശപിക്കുന്നതോറും നീ വിശ്വാസത്തോടെ അത് റിസീവ് ചെയ്യുവാൻ തയ്യാറാകുക. ഇതെന്റെ അനുഗ്രഹമാണ്. ആമേൻ. മനുഷ്യർ ശപിക്കുമ്പോൾ നീ വിശ്വാസത്തോടെ അതിനെ അനുഗ്രഹമായി റിസീവ് ചെയ്യുവാൻ തയ്യാറാകുക. സ്വർഗത്തിലെ ദൈവം നിന്റെ ലെവലുകളെ മാറ്റുവാൻ പോകുന്നു. ജൂഡാമന ഹദാന റേ തേലഘടക ശംദാന രകൽ ഘടകശി. മനുഷ്യരുടെ ശാപമൊന്നും നിനക്ക് ഫലിക്കത്തില്ല. മനുഷ്യരുടെ നിന്നയൊന്നും നീ കണ്ട് ഭയപ്പെടണ്ട. നിന്നെ ആ ദേശത്ത് നടും. നീ ഉയർച്ച പ്രാപിക്കും, നന്മ പ്രാപിക്കും. തിന്മ നിന്നെ തൊടത്തില്ല. നിന്റെ യാത്രയിൽ ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കും. നിന്റെ വിദ്യാഭ്യാസത്തിൽ ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കും. ജൂഡാമന അഥാരഘടക ശംദനാരകൽ ഘടക. നിന്റെ ആത്മീക ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഏതോ ഒരു മിനിസ്റ്റർ ചെയ്യുന്നൊരു കുടുംബം വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഞാൻ ഈ ദേശത്ത് നിൽക്കണമോ, ഈ പട്ടണത്തിൽ നിൽക്കണമോ, അതോ മറ്റു സ്ഥലത്ത് പോകണമോ? നിന്നെ അവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസ്തയോടെ നിന്ന് കൊടുത്താൽ മതി. കർത്താവ് നിന്നെ ചുമക്കും. ജൂഡാമന അന്തന രകൽക്കട. നീ ക്ഷീണിച്ചിരിക്കുകയാണോ, നീ ബലഹീനപ്പെട്ടിരിക്കുകയാണോ, കർത്താവ് നിന്നെ ചുമക്കും. ആ പട്ടണത്തിൽ, ആ ദേശത്തിൽ, ആ രാജ്യത്തിൽ നിശ്ചയമായും നീ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. മാതാവേ, പിതാവേ, നിന്റെ തലമുറയോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട. നിന്റെ തലമുറയെ ദൈവം ആ ദേശത്ത് മാനിക്കും. നിന്റെ തലമുറയുടെ കുടുംബജീവിതം വർദ്ധിക്കും. ആമേൻ. ശുശ്രൂഷക, നിന്റെ ശുശ്രൂഷ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രിയിലും ചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കിയാട്ടെ. അവരുടെ ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയുവാൻ പദ്ധതി ഒരുക്കുന്ന നമ്മുടെ നടുവിൽ അപ്പ ഈ ജനത്തെ ഉറപ്പിക്കണമേ കർത്താവേ. അവരെ ദൈവം അവിടെ നടണമേ അപ്പ, അവിടെ വർദ്ധിപ്പിക്കണമേ അപ്പ. സങ്കട ദേശത്ത് ദൈവം അവരെ വർദ്ധിപ്പിക്കണമേ. നിന്നയുടെ ദേശത്ത് അവരെ വർദ്ധിപ്പിക്കണമേ. ഗർഭനാശം വന്ന ദേശത്ത് ദൈവം അവരെ വർദ്ധിപ്പിക്കണമേ. സാമ്പത്തിക ശൂന്യത വരുത്തിയ ആ ദേശത്ത് ദൈവം അവരെ വർദ്ധിപ്പിക്കണമേ. കടക്കാർ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. നിന്നെ ഈ ദേശത്ത് താമസിപ്പിക്കത്തില്ല, ഈ ഭവനത്തിൽ താമസിപ്പിക്കത്തില്ല, ഇത് എന്റേതെന്ന് ശത്രു അവകാശം പറയുമ്പോൾ ജൂഡാമന ഹദാന റേ തേലഘടക ശംദനാരകൽ ഘടകശി വൈഡ പ്രൗഢവന ദീപലഘടക ശംദാന അന്തരേ ദീഖാനഘടക ശൈഡവരകതന ദീപൽ പ്രൗഢവന ഉഠാനഘടകശി. കർത്താവ് ദേശത്ത് മാനിക്കണം. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കണം.
അനുഗ്രഹിക്കപ്പെടണം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, കടബാധ്യതകൾ മാറണം, രോഗികളെ സൗഖ്യമാക്കണം, ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണം, സ്വന്തമായ ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണം, ഉദരഫലം ഇല്ലാത്തവർക്ക് ഉദരഫലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഈ ജനത്തെ അടിയൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു, സ്കില്ലിൽ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11:30 മണി മുതൽ 1 മണി വരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാനായതിനും പ്രത്യേക അറിയിപ്പുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങളെ കാണുവാൻ കഴിയുന്നവർ ദയവായി നിങ്ങൾ വിളിച്ചിട്ട് കടന്നു വരിക. ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടും ചർച്ച് കാക്കാമുലയുമാണ്. അപ്പോൾ നിങ്ങൾ 2 സ്ഥലത്ത് വന്നാലും ചിലപ്പോൾ ഞങ്ങളെ കാണുവാൻ പറ്റിയെന്ന് വരത്തില്ല. നിങ്ങൾ ദയവായി വിളിച്ചിട്ട് വരിക. അപ്പോൾ ഞങ്ങളുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് കടന്നു വരേണ്ടായിത്തീരും. ചർച്ചിലേക്ക് കടന്നു വരും നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ 2 റൂട്ട് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നു. തിരുവനന്തപുരം ഭാഗത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും നെടുമങ്ങാട് ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ തമ്പാനൂർ വന്ന് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കോവളം ബസ് സ്റ്റാൻഡിന് അടുത്തേക്ക് വന്ന് 1ാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പോകുന്ന നെയ്യാറ്റിൻകര ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിൽ ഇറങ്ങുക. 2ാമത്തെ ബസ് തിരുവല്ലം കാക്കാമുല കാർഷിക കോളേജ് വഴി പെരിങ്ങമലയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി നിങ്ങൾ കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷ ഫാമിലിയിലേക്ക് വരിക. 2ാമത്തെ റൂട്ട് തമിഴ്നാട് ഭാഗം പാറശാല, കാഞ്ഞിരംകുളം, നെയ്യാറ്റിൻകര ഭാഗത്തുനിന്ന് വരുന്നവർ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷ ഫാമിലിക്ക് കടന്നു വരിക. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിനും വിടുതലും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമവിളയിലെ പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേക്ഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.